കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് MCQ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് സിലബസ് പ്രകാരം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന മൊഡ്യൂളിലെ മുഴുവൻ ഭാഗവും ഉൾപ്പെടുത്തിയുള്ള MCQ ക്വസ്റ്റ്യനുകൾ ചിലതെങ്കിലും PYQ ക്വസ്റ്റ്യനുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പും. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രൈമർലി ഡീൽസ് വിത്ത് റൈസിംഗ് ഓഫ് ഫണ്ട്, അലോക്കേഷൻ ഓഫ് ഫണ്ട്, ബോത്ത് റൈസിംഗ് ആൻഡ് അലോക്കേഷൻ ഓഫ് ഫണ്ട്, നൺ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ സി ആയ ബോത്ത് റൈസിംഗ് ആൻഡ് അലോക്കേഷൻ ഓഫ് ഫണ്ട് ആണ് ശരിയായ ആൻസർ. റൈസിംഗ് മാത്രമല്ല, അത് എഫക്റ്റീവായിട്ട് അലോക്കേറ്റ് ചെയ്യുക എന്നതും ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഉദ്ദേശം കൂടിയാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദി ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഏൺഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, മാക്സിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ട്സ്, മാക്സിമം റിട്ടേൺ എക്സ്പെക്ടഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓഫ് ഫണ്ട്. രണ്ടിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മാക്സിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ട്സ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ WACC considers cost of equity only, cost of debt only, all source of finance, only retained earnings. 2019 നവംബറിൽ CA ഇന്റർ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനും കൂടിയാണ്. മൂന്നിന്റെ ആൻസർ സി ആണ്, all source of finance. 4. Explicit cost of capital is discount rate that equates present value of inflow with outflow, average cost of debt and equity, total interest cost, weighted average of marginal cost. 4ന്റെ ആൻസർ എ ആണ്. ഡിസ്കൗണ്ട് റേറ്റ് ദാറ്റ് equates present value of inflow with outflow. Which source of finance has the lowest explicit cost? Which source of finance has the lowest explicit cost? Equity, preference share, debentures, retained earnings. Debentures ആണ് ശരിയായ ആൻസർ. 6. Financial decision is concerned with composition of debt and equity, selection of investment, dividend declaration, cash budgeting. UGC നെറ്റ് കൊമേഴ്സ് 2021 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 6ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, കോമ്പോസിഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. 7. Capital structure means mix of various sources of fund, distribution of asset, distribution of profit, none. 7ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, മിക്സ് ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ഫണ്ടിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. ദ യൂസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് സോഴ്സസ് ഓഫ് ഫിനാൻസ് ഈസ് കാൾഡ് ലിവറേജ്, ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി, സോൾവൻസി. 8ന്റെ ക്വസ്റ്റ്യൻ CMA ഇന്റർ 2018 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 8ന്റെ ആൻസർ ലിവറേജ് ആണ്. According to Modigliani-Miller hypothesis, with taxes, value of firm increase with more debt, value of firm increase with more, അത് ഡിക്രീസ് ആണ്. രണ്ടാമത്തെ ഇൻക്രീസ് ആണ്. 3. വാല്യൂ ഓഫ് ഫേം റിമൈൻ കോൺസ്റ്റന്റ്, നൺ. 9ന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ്, വാല്യൂ ഓഫ് ഫേം ഇൻക്രീസ് വിത്ത് മോർ ഡെപ്റ്റ്. 10. പെക്കിംഗ് ഓർഡർ തിയറി ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ സ്റ്റേറ്റ്സ് ഡെപ്റ്റ് ഈസ് പ്രിഫേർഡ് ടു ഇക്വിറ്റി, ഇക്വിറ്റി ഈസ് പ്രിഫേർഡ് ടു ഡെപ്റ്റ്, internal financing is preferred first, then debt, then equity, none. UGC നെറ്റ് കൊമേഴ്സ് 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. 10ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്,
internal finance is preferred first, then debt, then equity ആണ് ശരിയായ ആൻസർ 10C. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഫിക്സഡ് അസറ്റ് മൈനസ് കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി, ഫിക്സഡ് ലയബിലിറ്റി മൈനസ് ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ് പ്ലസ് ഫിക്സഡ് അസറ്റ്. 11 ആൻസർ ബി ആണ്. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ. പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് കറണ്ട് അസറ്റ് ഗ്രേറ്റർ ദാൻ കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റീസ് greater than current asset, current liabilities equal to fixed asset none. 12ന്റെ ആൻസർ എ ആണ്. കറണ്ട് അസറ്റ് ഗ്രേറ്റർ ദാൻ കറണ്ട് ലയബിലിറ്റി ആണ് പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ. വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെന്റ്സ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ടോട്ടൽ കറണ്ട് അസറ്റ്, current asset minus current liabilities, fixed asset minus fixed current liabilities none. 13ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ടോട്ടൽ കറണ്ട് അസറ്റ് ആണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ദി ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് യൂസ്ഫുൾ ഇൻ ഡിറ്റർമിനിങ് ലോങ് ടേം സോൾവൻസി, ഡിറ്റർമിനിങ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി നീഡ്സ്, determining dividend policy none. കേരള PSC കമ്പനി അക്കൗണ്ടന്റ് എക്സാം ജൂലൈ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് യൂസ്ഫുൾ ഇൻ 14 ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡിറ്റർമിനിങ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി നീഡ്സ്. 15 വിച്ച് വൺ ഈസ് നോട്ട് എ component of working capital cycle? നോട്ടാണ് ചോദ്യം. 15 ഇൻവെന്ററി പീരിയഡ്, അക്കൗണ്ട്സ് റിസീവബിൾ പീരിയഡ്, അക്കൗണ്ട്സ് പേയബിൾ പീരിയഡ്, ഡിപ്രീസിയേഷൻ പീരിയഡ്. നോട്ട് എ കമ്പോണന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. 15 ആൻസർ ഡി ആണ്. ഡിപ്രീസിയേഷൻ പീരിയഡ്. 16 ക്യാഷ് മാനേജ്മെന്റ് ഈസ് primarily concerned with cash inflow and cash inflow and outflow, dividend declaration, asset disposal, rising share capital. 16ന്റെ ആൻസർ എ ആണ്. ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ സിൻക്രൈസേഷൻ. 17 Bowman's models is used in inventory management, cash management, receivable management, dividend management. 17 ബി ആണ്. ക്യാഷ് മാനേജ്മെന്റ്. CMA ഇന്റർ 2017 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ്. മില്ലർ ഓർ മോഡൽ ഡിറ്റർമൈൻസ് ഒപ്റ്റിമം റിസീവബിൾസ്, ഒപ്റ്റിമം ക്യാഷ് ബാലൻസ്, ഒപ്റ്റിമം ക്രെഡിറ്റ് പീരിയഡ്, ഒപ്റ്റിമം ഡിവിഡൻഡ്. 18ന്റെ ആൻസർ ബി ആണ്. ഒപ്റ്റിമം ക്യാഷ് ബാലൻസ്. 19 റിസീവബിൾസ് മാനേജ്മെന്റ് എയിംസ് അറ്റ് ഇൻക്രീസിംഗ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്, ഡിക്രീസിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡെപ്റ്റേഴ്സ്, റെഡ്യൂസിംഗ് ബാഡ് ഡെപ്റ്റ്സ്, ഓൾ ഓഫ് ദീസ്. CA ഇന്റർ 2020 നവംബറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 19ന്റെ ആൻസർ ഡി ആണ്. റെഡ്യൂസിംഗ് ബാഡ് ഡെപ്റ്റ്. ഫാക്ടറിംഗ് ഈസ് റിലേറ്റഡ് ടു ഇൻവെന്ററി ഫിനാൻസിംഗ്, റിസീവബിൾ ഫിനാൻസിംഗ്, ഡിവിഡൻഡ് ഡിക്ലറേഷൻ, ക്യാഷ് ബഡ്ജറ്റിംഗ്. 20ന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ്. റിസീവബിൾസ് ഫിനാൻസിംഗ്. Which of the following is not a cost of holding inventory? Overriding cost, carrying cost, shortage cost, sunk cost. 21 ഡി ആണ്.
സങ്ക് കോസ്റ്റ്, നോട്ട് എ കോസ്റ്റ് ഹോൾഡിംഗ് ഇൻവെന്ററി ആണ് ക്വസ്റ്റ്യന്. 22 EOQ മോഡൽ ഈസ് യൂസ്ഡ് ടു മിനിമൈസ് ഓർഡറിംഗ് ആൻഡ് ക്യാരിങ് കോസ്റ്റ്, മാക്സിമൈസ് പ്രോഫിറ്റ്, റെഡ്യൂസിങ് സെല്ലിംഗ് കോസ്റ്റ്, ഇൻക്രീസിങ് പ്രൊഡക്ഷൻ. 22ന്റെ ആൻസർ എ ആണ്, മിനിമൈസിങ് ഓർഡറിംഗ് ആൻഡ് ക്യാരിങ് കോസ്റ്റ്. 23 വിച്ച് ഇൻവെന്ററി ടെക്നിക് ക്ലാസിഫൈസ് ഐറ്റംസ് ഇൻടു എ, ബി ആൻഡ് സി? VED അനാലിസിസ്, FSN അനാലിസിസ്, ABC അനാലിസിസ്, XYZ അനാലിസിസ്. കേരള PSC കൊമേഴ്സ് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് ഡിസംബർ 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 23ന്റെ ആൻസർ സി ആണ്, ABC അനാലിസിസ്. 24 ഡിവിഡൻഡ് പോളിസി റിലേറ്റ്സ് ടു how much profit to be distributed and retained? Only retained earnings, only bonus share, none. 24ന്റെ ആൻസർ എ ആണ്, how much profit is to be distributed and retained. 25 which is not a form of dividend? Cash dividend ഉണ്ട്, സ്റ്റോക്ക് ഡിവിഡൻഡ് ശരിയാണ്, ബോണസ് ഇഷ്യൂ ഓക്കെയാണ്, ക്യാപിറ്റൽ ഡിവിഡൻഡ് എന്ന സംഗതി ഇല്ല. 25ന്റെ ആൻസർ ഡി ആണ്. 26 സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി മീൻസ് ഡിവിഡൻഡ് ഫ്ലക്ച്വേറ്റ്സ് വൈഡ്ലി. അങ്ങനെയല്ലല്ലോ, സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി അല്ലേ. ഡിവിഡൻഡ് റിമെയിൻ അൺചേഞ്ച്ഡ് ഓർ ഗ്രാജുവലി ഇൻക്രീസ്, അത് ഓക്കെയാണ്. ഡിവിഡൻഡ് ഈസ് ഓൾവേസ് നിൽ, നൺ. അപ്പോൾ 26ന്റെ ആൻസർ ബി ആണ്, ഡിവിഡൻഡ് റിമെയിൻ അൺചേഞ്ച്ഡ് ഓർ ഗ്രാജുവലി ഇൻക്രീസ്. CMA ഇന്റർ 2016 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 27 വിച്ച് ഫാക്ടർ അഫക്ട്സ് ഡിവിഡൻഡ് പോളിസി? ലീഗൽ റെസ്ട്രിക്ഷൻസ്, ലിക്വിഡിറ്റി പൊസിഷൻ, ഗ്രോത്ത് പ്രോസ്പെക്ടസ്, ആൾ ഓഫ് ദിസ്. 27ന്റെ ആൻസർ ഡി ആണ്. വിച്ച് ഫാക്ടർ അഫക്ട് ഡിവിഡൻഡ് പോളിസി എന്നാണ് ചോദിച്ചത്. അത് ലീഗൽ റെസ്ട്രിക്ഷൻസ് അഫക്ട് ചെയ്യാറുണ്ട്, ലിക്വിഡിറ്റി പൊസിഷൻ അഫക്ട് ചെയ്യും, ഗ്രോത്ത് പ്രോസ്പെക്ട്സും അഫക്ട് ചെയ്യും. ആൾ ഓഫ് ദിസ് ആണ് ആൻസർ 27ന്റെ. ഡിവിഡൻഡ് ഇറലവന്റ് തിയറി വാസ് ഗിവൺ ബൈ ഗോർഡൻ, വാൾട്ടർ, മോഡിഗ്ലാനി ആൻഡ് മില്ലർ. ഗ്രഹാം. CA ഇന്റർ 2017 നവംബറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 28 ആൻസർ സി ഓപ്ഷൻ ആയ മോഡിഗ്ലാനി ആൻഡ് മില്ലർ ആണ് ശരിയായ ആൻസർ. അക്കോർഡിംഗ് ടു ഗോർഡൻസ് മോഡൽ ഡിവിഡൻഡ് പോളിസി എഫക്ട്സ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം, ഓൺലി EPS, ബുക്ക് വാല്യൂ ഓഫ് ഫേം, നണ്. 29ന്റെ ആൻസർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം ആണ്. വാൾട്ടേഴ്സ് മോഡൽ അസ്യൂംസ്, വാൾട്ടേഴ്സ് മോഡലിന്റെ അസംഷൻസ് അറിയെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ഓപ്ഷൻസ് ആർ ഗ്രേറ്റർ ദാൻ കെ ഇൻക്രീസ് വെൻ വിത്ത് ഹയർ ഡിവിഡൻസ്, ആർ ലെസ് ദാൻ കെ ഇൻക്രീസ് വാല്യൂ വിത്ത് ഹയർ ഡിവിഡൻസ്, ആർ ഇസ് ഈക്വൽ ടു കെ ഡിവിഡൻഡ് പോളിസി ഈസ് ഇറലവന്റ്. ആൾ ഓഫ് ദിസ്. UGC നെറ്റ് കൊമേഴ്സ് 2018 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 30ന്റെ ആൻസർ ഡി ഓപ്ഷൻ ആണ്, ആൾ ഓഫ് ദിസ് ആണ് ആൻസർ. 31 ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ നെറ്റ് പ്രോഫിറ്റ്, ഡിവിഡൻഡ് ഡിവൈഡ് ബൈ സെയിൽസ്, ഡിവിഡൻഡ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റൽ, ഡിവിഡൻഡ് ഡിവൈഡ് ബൈ അസറ്റ്. ശരിയായ ആൻസർ 31 എ ആണ്, ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് ആണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്നത്. Retained earnings are also called internal equity, external equity, debt capital, preference capital. Retained earnings are also called 32 ആൻസർ എ ആണ്, internal
ഇക്വിറ്റി. 33. സ്റ്റോക്ക് സ്പ്ലിറ്റ് മീൻസ് ഡിവിഷൻ ഓഫ് ഷെയർ ഇൻടു സ്മാളർ ഡിനോമിനേഷൻ, ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ് ഫോർ ക്യാഷ്, കൺവേർഷൻ ഓഫ് ഡിബെഞ്ചർ, ബൈബാക്ക് ഓഫ് ഷെയർസ്. കേരള PSC അസിസ്റ്റന്റ് മാനേജർ എക്സാം ഫെബ്രുവരി 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 33ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഡിവിഷൻ ഓഫ് ഷെയർ ഇൻടു സ്മോൾ ഡിനോമിനേഷൻ, സ്പ്ലിറ്റ് ചെയ്യുക, ഷെയർ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. റിസർവ് സ്റ്റോക്ക് സ്പ്ലിറ്റ് മീൻസ് റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് മീൻസ് ആണ്. സ്പ്ലിറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരിക, റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയാം. 30 കൺസോൾട്ടേഷൻ ഓഫ് ഷെയർ, ഡിവിഷൻ ഓഫ് ഷെയർ, റൈറ്റ് ഇഷ്യൂ, റൈറ്റ് ബോണസ് ഇഷ്യൂ. 34ന്റെ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്, കൺസോളിഡേഷൻ ഓഫ് ഷെയർസ്, സ്പ്ലിറ്റ് ആക്കിയത് റിവേഴ്സ് ചെയ്യാണ്. സ്റ്റോക്ക് റീപർച്ചേസ് ഈസ് ആൾസോ നോൺ ആസ് ബൈബാക്ക് ഓഫ് ഷെയർ, സ്റ്റോക്ക് സ്പ്ലിറ്റ്, സ്റ്റോക്ക് ഡിവിഡൻഡ്, സ്റ്റോക്ക് റൈറ്റ് ഇഷ്യൂ. 2021 ജൂൺ CA ഇന്റർ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 35 ആൻസർ എ ആണ്. ബൈബാക്ക് ഓഫ് ഷെയർ എന്നാണ് സ്റ്റോക്ക് റീപർച്ചേസ് ചെയ്യാം. മാർക്കറ്റിൽ സ്റ്റോക്ക് കമ്പനി തിരിച്ചു വാങ്ങുന്നതിനാണ് ബൈബാക്ക് അല്ലെങ്കിൽ റീപർച്ചേസ് എന്ന് പറയാം. വിച്ച് മെത്തേഡ് ഓഫ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഷെയർസ് ബൈബാക്ക്? അതിന് ചില മെത്തേഡ്സ് ഉണ്ട്, അതിൽ പെടാത്ത ഏതെന്നാണ് ചോദിച്ചത്. അത് ടെൻഡർ ഓഫർ ഉണ്ട്, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഉണ്ട്, പ്രൈവറ്റ് നെഗോസിയേഷൻ ഉണ്ട്, ബോണസ് ഇഷ്യൂ ഇല്ല. അത് തിരിച്ചു വാങ്ങല്ലോ, അത് ഇഷ്യൂ ചെയ്യല്ലേ. അപ്പോൾ നോട്ട് എന്ന് പറയുന്ന ആൻസർ ഇവിടെ 36 ഡി ആണ്. ഇനി 37, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഇൻ ഇന്ത്യ വാസ് അബോളിഷ്ഡ് ഇൻ 2018, 19, 20, 21. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് അബോളിഷ് ചെയ്തത് ഏത് വർഷം എന്നാണ് ചോദ്യം. 37ന്റെ ആൻസർ സി ഓപ്ഷൻ ആണ്, 2020. CMA ഇന്റർ ഡിസംബർ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ ഷെയർ ക്യാപിറ്റൽ, റിവേഴ്സ് ആൻഡ് സർപ്ലസ്, ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെന്റ്. 38ന്റെ ആൻസർ ബി, റിസർവ് ആൻഡ് സർപ്ലസ്. 39, വിച്ച് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് പോളിസി? കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ, സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി, ഇറഗുലർ ഡിവിഡൻഡ് പോളിസി, കോൺസ്റ്റന്റ് വർക്കിംഗ് ക്യാപിറ്റൽ പോളിസി. 39ന്റെ ആൻസർ ഡി ഓപ്ഷൻ തന്നെയാണ്, കോൺസ്റ്റന്റ് വർക്കിംഗ് ക്യാപിറ്റൽ പോളിസി. ബോണസ് ഷെയർ ഈസ് ഇഷ്യൂഡ് ഔട്ട് ഓഫ് ഷെയർ പ്രീമിയം, ഫ്രീ റിസർവ്, ക്യാപിറ്റൽ, റിഡംഷൻ, റിസർവ്, ആൾ ഓഫ് ദീസ്. 40ന്റെ ആൻസർ ഇവയിൽ എല്ലാറ്റിൽ നിന്നും എന്ത് ചെയ്യാം, ആൾ ഓഫ് ദീസ് ആണ്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. UGC നെറ്റ് കൊമേഴ്സ് 2019 ഡിസംബറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 41, വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിംഗ് പോളിസി വിച്ച് മാച്ച് ഷോർട്ട് ടേം അസറ്റ് വിത്ത് ഷോർട്ട് ടേം ലയബിലിറ്റീസ് ഈസ് കൺസർവേറ്റീവ് പോളിസി, അഗ്രസീവ് പോളിസി, ഹെഡ്ജിംഗ് പോളിസി, നണ്ണ്. 41ന്റെ ആൻസർ സി ആണ്, ഹെഡ്ജിംഗ് പോളിസിയാണ്. 42, ദ സ്പോണ്ടേനിയസ് സോഴ്സ് ഓഫ് ഫിനാൻസിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ട്രേഡ് ക്രെഡിറ്റ്, ടേം ലോണ്, പബ്ലിക് ഇഷ്യൂ, റിട്ടൈൻഡ് ഏണിങ്സ്. സ്പോണ്ടേനിയസ് ആണ്, അത് 42 എ തന്നെയാണ്, ട്രേഡ് ക്രെഡിറ്റ് ആണ്. PSC ജൂനിയർ അക്കൗണ്ടന്റ് എക്സാം 2018 ഓഗസ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 43ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ദ റേഷ്യോ ഓഫ് EBIT ഡിവൈഡ് ബൈ EBT, EBT ഡിവൈഡ് ബൈ EBIT, earning before interest and tax divided by contribution, contribution divided by EBIT. 43ന്റെ ആൻസർ എ ആണ്, EBIT divided by earning before tax. 44, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഈസ്
ഓപ്ഷൻ എ ആണ് എബിറ്റ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്. അതാണ് ശരി ആൻസർ. 44ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എബിറ്റ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്. 45 residual theory of dividend says dividend should be paid first, dividend is paid only after financing investment needs, dividend has no relevance, none. 45ന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺലി ആഫ്റ്റർ ഫിനാൻസിങ് ഇൻവെസ്റ്റ്മെന്റ് നീഡ്. റെസിജ്വൽ ആണ് ഇൻവെസ്റ്റ്മെന്റ് നീഡ്സ്. CMA ഇന്റർ 2019 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ട്രഷറി സ്റ്റോക്ക് റെഫേഴ്സ് ടു. 46 ഷെയർസ് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ്, ഷെയർസ് repurchased by the company, പ്രിഫറൻസ് ഷെയർസ് നണ്ണ്. 46ന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ് ഷെയർസ് പർച്ചേസ്ഡ് ബൈ ദി കമ്പനി, ഷെയർസ് റീപർച്ചേസ്ഡ് ബൈ ദി കമ്പനി. 46 ഓപ്ഷൻ ബി. 47 ഡിവിഡൻഡ് ഡിക്ലെയർഡ് ബട്ട് നോട്ട് യെറ്റ് പെയ്ഡ് is shown under current liability, non-current liability, reserve, equity, share capital. 47ന്റെ ആൻസർ എ ആണ് കറന്റ് ലയബിലിറ്റി. 2018 മെയ് CA ഇന്റർന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Optimum capital structure is that which maximum EPS and minimize cost of capital, maximize debt only, maximize equity only. 48ന്റെ ആൻസർ എ ഓപ്ഷൻ ആണ് മാക്സിമൈസ് EPS ആൻഡ് മിനിമൈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഞാൻ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. ഇൻ ഇന്ത്യ ഡിവിഡൻഡ് ക്യാൻ ബി ഡിക്ലെയർഡ് ഓൺലി ഔട്ട് ഓഫ് ക്യാപിറ്റൽ റിസർവ്, ഷെയർ പ്രീമിയം, ഫ്രീ റിസർവ് ആൻഡ് കറന്റ് ഇയർ പ്രോഫിറ്റ്, റിവാലുവേഷൻ റിസർവ്. 49ന്റെ ആൻസർ സി ഓപ്ഷൻ ആണ് ഫ്രീ റിസർവ് ആൻഡ് കറന്റ് ഇയർ പ്രോഫിറ്റ്. അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം കേരള PSCക്ക് ചോദിച്ച 2019 നവംബറിലെ ചോദ്യമാണ്. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റോക്ക് ഡിവിഡൻഡ് ഈസ് ഓൾസോ നോൺ ആസ് ക്യാഷ് ഡിവിഡൻഡ്, ബോണസ് ഷെയർ, ഇന്ററിം ഡിവിഡൻഡ്, ഫൈനൽ ഡിവിഡൻഡ്. 50ന്റെ ആൻസർ ബി ആണ് ബോണസ് ഷെയർ. ബോണസ് ഷെയറിനെയാണ് സ്റ്റോക്ക് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിന് സ്റ്റോക്ക് ഡിവിഡൻഡ് എന്നും പറയാറുണ്ട്. 50ന്റെ ആൻസർ ബി ആണ് ബോണസ് ഷെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.